വൈക, ആ ജെൻസിൻ്റെ സെക്ഷനിലേക്കൊന്ന് ചെല്ലുമോ? അവിടെ ആളില്ല. വൈശാഖ് സാർ സാരി സെക്ഷനിൽ വന്ന് പറഞ്ഞപ്പോൾ അവൾ തലകുലുക്കി. മടക്കിക്കൊണ്ടിരുന്ന സാരി അവിടെ വെച്ച് വേഗം ജെൻസിൻ്റെ സെക്ഷനിലേക്ക് ഓടി. മുകളിലത്തെ നിലയിലാണ്. ഉച്ച സമയമായതുകൊണ്ട് പകുതി പേര് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. പിന്നാലെ വൈശാഖ് സാറും വന്നിരുന്നു. ജെൻസ് സെക്ഷനിൽ ചെല്ലുമ്പോൾ അവിടെ 10-35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ നിൽക്കുന്നു. എന്താ സാർ വേണ്ടത്? പിന്നിൽ നിന്നും വൈകിയുടെ ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. പിങ്ക് നിറത്തിൽ സാരി ഉടുത്തൊരു പെൺകുട്ടി. ടെക്സ്റ്റൈൽസിലെ യൂണിഫോം ആണെന്ന് തോന്നുന്നു. അവളുടെ വടിവത്ത ശരീരത്തിന് ആ സാരി നന്നായി ഇണങ്ങുന്നതായി അയാൾക്ക് തോന്നി. തലമുടി മെടഞ്ഞിട്ടിരിക്കുന്നു. സാർ? ആ, ഷർട്ട് വേണം, 40 സൈസ്. ഫുള്ളാണോ ഹാഫാണോ സാർ? ഫുള്ള്. വൈക സ്റ്റൂളിലേക്ക് കയറി നിന്ന് ഓരോന്നെടുത്ത് കാണിച്ചു. ഇതല്ല, അടുത്തത്. അവൾ ചെക്കിൻ്റെ ഒരു ഷർട്ട് എടുത്ത് കാണിച്ചു. ഇതല്ല, ആ ബ്ലൂ. ഇതാണോ സാർ? അതിൻ്റെ താഴത്തെ. വൈക തിരിയുന്നതിനനുസരിച്ച് സാരിയുടെ വിടവിലൂടെ കാണുന്ന അവളുടെ വയറിലേക്കും മാറിലേക്കും അയാളുടെ കണ്ണുകൾ ചൂഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. സാർ ഇതാണോ? അല്ല, ആ ഗ്രീൻ. പെട്ടെന്ന് ആരോ വന്ന് റാക്കിലെ ഷർട്ടെല്ലാം വലിച്ച് താഴേക്കിട്ടപ്പോൾ വൈകയുടെ ദേഹത്തേക്കും വീണു. ഞെട്ടലോടെ വൈക തിരിഞ്ഞു നോക്കി. കണ്ണിൽ നിന്ന് സൺഗ്ലാസ് മാറ്റി അവൻ ഷർട്ട് വാങ്ങാൻ വന്ന ആളെ ദേഷ്യത്തോടെ നോക്കി. കൈമുഷ്ടി ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. വൈറ്റ് ടീഷർട്ടാണ് അവൻ്റെ വേഷം. ടീഷർട്ടിനുള്ളിലുള്ള സ്വർണ്ണക്കൊന്തയുടെ കുറച്ച് ഭാഗം കാണാം. ഉറച്ച ശരീരം, കട്ടിമീശയും വെട്ടിയൊതുക്കിയ ഭംഗിയുള്ള താടിയും, നിറയെ പീലികളുള്ള വിടർന്ന കാപ്പിക്കണ്ണുകളും വെളുത്ത നിറവും. അലക്സ്. വൈകയുടെ മനസ്സ് മന്ത്രിച്ചു. വൈക സ്റ്റൂളിൽ നിന്നും പെട്ടെന്ന് നിലത്തേക്ക് ഇറങ്ങി നിന്നു. സാറിനിതിൽ ഏത് ഷർട്ടാ വേണ്ടെന്ന് വെച്ചാൽ എടുക്കു സാറേ. ഗാംഭീര്യം നിറഞ്ഞവൻ്റെ ശബ്ദത്തിൽ പരിഹാസവും അമർഷവും കലർന്നിരുന്നു. അയാൾ ഒരു ഷർട്ടെടുത്ത് വേഗം പുറത്തേക്ക് ഇറങ്ങി. അലക്സ് തിരിഞ്ഞ് അവളെ കനപ്പിച്ചൊന്ന് നോക്കി. അവൾക്ക് അരികിലേക്ക് ചെന്നു. സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ കൊടുക്കാനാണോ ഈ പണിക്ക് ഇറങ്ങിയത്? പല്ലുകൾ അമർത്തി ഞരിച്ച് അവൻ ചോദിച്ചു. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ പെട്ടെന്ന് അയാളുടെ നേരെ കൈ ചൂണ്ടി വൈക പറഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അടുത്തേക്ക് അയാൾ അല്പം കൂടെ നീങ്ങി വന്നപ്പോൾ അവൾ പിന്നിലേക്ക് നീങ്ങി. ഒരാശ്രയത്തിനായി ചുറ്റും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. പിന്നിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടെ വെച്ചപ്പോൾ റാക്കിൽ തട്ടി നിന്നു. ഇടുപ്പിൽ നിന്നും തെന്നി നീങ്ങിയ സാരി അകത്തു നിന്നും അഴിഞ്ഞ പാവാട വരെ കാണാം. അവളത് ശ്രദ്ധിച്ചതുമില്ല. അവളുടെ മുഖത്തേക്ക് ദേഷ്യത്തിൽ നോക്കി അവൻ പാവാട സഹിതം വലിച്ച് മുകളിലേക്ക് കയറ്റിയിട്ടപ്പോൾ വയ്യയുടെ ശരീരം വിറച്ചുപോയി. എങ്കിലും അവളുടെ കൈ ഊക്കോടെ അവൻ്റെ കവിളിൽ പതിച്ചു. പെട്ടെന്ന് അവനും അത് പ്രതീക്ഷിച്ചില്ല. അടിച്ചു കഴിഞ്ഞപ്പോൾ വൈകിക്ക് വല്ലാത്തൊരു ഭയം. അയാൾ ശരീരത്ത് തൊട്ടപ്പോൾ പെട്ടെന്നങ്ങ് അടിച്ചു പോയതാണ്. അലറിക്കൊണ്ട് അയാൾ കഴുത്തിന് നേരെ കൈ കൊണ്ടുവന്നപ്പോൾ വൈക കണ്ണുകൾ മുറുക്കി അടച്ചു. അലക്സേ! പെട്ടെന്നാണ് വൈശാഖിൻ്റെ ശബ്ദം കേട്ടത്. വൈക കണ്ണുകൾ വലിച്ചു തുറന്നു. നീ എടുത്തോ? ഇല്ലടാ, പിന്നെ എടുക്കാം. വൈക, താൻ കഴിച്ചോ? വൈശാഖ് ചോദിച്ചു. ഇല്ല സാർ. എങ്കിൽ ചെല്ല്. മുഖം താഴ്ത്തി നിൽക്കുന്ന വൈകിയെ അലക്സ് ദേഷ്യത്തിലൊന്ന് നോക്കി. വൈശാഖ് സാറിൻ്റെ കൂടെ അയാൾ പോയി കഴിഞ്ഞപ്പോൾ തൻ്റെ സാരി വേഗം ശരിയാക്കി. സ്വന്തം ശരീരം മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ കൊടുക്കാനാണോടി ഈ പണിക്ക് ഇറങ്ങിയത്? അയാളുടെ പുച്ഛം കലർന്ന വാക്കുകൾ. സങ്കടവും ദേഷ്യവും വന്നു. ശരീരത്തിൻ്റെ വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല. ശരീരത്തിൽ നിന്നും തുണിയൽപ്പം നീങ്ങിക്കിടന്നാൽ ഇതേ രീതിയിലാണോ ആളുകൾ ചിന്തിക്കുന്നത്? അതിനേക്കാൾ ഉപരി തന്നെ ഭയപ്പെടുത്തിയത് ഈ ജോലി നഷ്ടമാകുമോ എന്നാണ്. അയാളെ കൈനീട്ടി അടിച്ചു. വൈശാഖ് സാറിൻ്റെ സുഹൃത്താണ്, അറിയാം. ആ ഓർമ്മയിൽ വൈകിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഷർട്ടെല്ലാം വേഗം റാക്കിൽ അടുക്കി വെച്ച് കഴിക്കാനായി ഇറങ്ങിപ്പോയി. വട്ടപാത്രം തുറന്നു വെച്ചു. ഒരു കഷ്ണം നെല്ലിക്ക അച്ചാറ് മാത്രമാണ് കറി. വിശപ്പില്ല, കഴിക്കാനും തോന്നുന്നില്ല. കറിയില്ലാത്തത് കൊണ്ടല്ല, സ്ഥിരം ഈ കറിയാണ്. രാവിലെ എഴുന്നേറ്റ് ചോറും കറികളും എല്ലാം തയ്യാറാക്കി അനിയത്തിമാരുടെ ചോറും പൊതി കിട്ടുമ്പോൾ അതിൽ കറികൾ വെച്ച് നൽകും. പിന്നെ അധികം വയ്ക്കാൻ അമ്മായി സമ്മതിക്കാറുമില്ല. എല്ലാത്തിനും കണക്കുണ്ട്. ഇന്നും അച്ചാറാണോ? അടുത്ത് വന്നിരുന്ന സുമച്ചേച്ചി പാത്രം തുറന്ന് മുട്ട പൊരിച്ചതും തോരനും വൈകിയുടെ പാത്രത്തിലും വിളമ്പി. അയാൾ പറഞ്ഞ വാക്കുകൾ കാതിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. താൻ അങ്ങനെ ഒരു പെണ്ണാണോ? താൻ ശ്രദ്ധിച്ചില്ല, അതാണ് സത്യം. എന്തായാലും ഈ ജോലി പോകുമെന്ന് ഉറപ്പാണ്. താൻ എന്ത് ചെയ്യും?
മറ്റൊരിടത്ത് ജോലിക്ക് കയറിയാൽ ഇവിടുത്തെ ശമ്പളത്തിൻ്റെ പകുതി പോലും കിട്ടില്ല. അനുജത്തിമാരുടെ പഠിപ്പ്, വീട്ടു ചെലവ് എല്ലാം നോക്കണം. വൈക, കഴിഞ്ഞോ? ഒന്ന് വരുമോ? തിരക്കുണ്ട്. പുഷ്പേച്ചിയാണ്. നീ കഴിച്ചില്ലല്ലോ, ഞാൻ ചെല്ലാം. സുമചേച്ചി വായകം വാരി കഴിച്ചുകൊണ്ട് പറയുമ്പോൾ വൈക തടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എനിക്ക് വിശക്കുന്നില്ല ചേച്ചി. പാത്രം അടച്ചു വെച്ച് കയ്യും കഴുകി വേഗം ചെന്നു. താഴെ നിൽക്കുമ്പോൾ മുകളിലേക്ക് ഓടിക്കും, മുകളിൽ ചെല്ലുമ്പോൾ താഴേക്ക് പോകാൻ പറയും. അല്പനേരം പോലും ഒന്നിരിക്കാൻ പറ്റില്ല. എന്നും ഇതൊക്കെ തന്നെ. ധൃതിയിൽ സ്റ്റെയർ കയറി പോകുമ്പോൾ വൈശാഖ് സാറിൻ്റെ റൂമിൽ നിന്നും നേരത്തെ ഷർട്ട് വാങ്ങിക്കാൻ വന്ന അയാൾ ഇറങ്ങി വരുന്നത് കണ്ടു. കൈകവളിൽ ചേർത്ത് വെച്ച് അയാൾ മുഖം ചുളിച്ചു. ചുളുങ്ങിയ ഷർട്ട് നേരെയാക്കിയാണ് അയാൾ നടന്നു പോയത്. പെട്ടെന്ന് വൈകിയെ കണ്ടപ്പോൾ അയാളുടെ തല താഴ്ന്നു. പെട്ടെന്ന് അവളെ മറികടന്ന് പോവുകയും ചെയ്തു. വൈക, നീ അവിടെ എന്ത് നോക്കി നിൽക്കുവാ? വാ. വീണ്ടും പുഷ്പേച്ചി വിളിച്ചപ്പോൾ വേഗം ചെന്നു. ഇന്ന് പതിവിലും താമസിച്ചാണ് വീട്ടിൽ വന്നത്. പൂമുഖത്ത് വിളക്കിരുന്ന് കരിന്തിരി കത്തുന്നുണ്ട്. വിളക്ക് കെടുത്തി വെച്ചാണ് വൈകി അകത്തേക്ക് കയറിയത്. വിളക്ക് കരിന്തിരി കത്തുന്നത് കണ്ടില്ലേ വേദു? അടുക്കളയിൽ അത്താഴത്തിനുള്ള പണിയിലാണ് വേദു. അരികിൽ ചെന്ന് പതിയെയാണ് ചോദിച്ചത്. അല്ലേ അമ്മായിക്ക് അത് മതി ഒരു കാരണത്തിന്. ഓർത്തില്ല ചേച്ചി, ചേച്ചി ഇന്ന് താമസിച്ചല്ലോ. അമ്മായി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. വാവേച്ചി എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞു. ബാഗ് അടുക്കളയിൽ കിടന്ന സ്റ്റൂളിലേക്ക് വെച്ച് വൈക കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. വാവ എവിടെ? കുളിക്കാൻ പോയി. ഓ, കെട്ടിലമ്മ എഴുന്നള്ളിയോ? ആരെ കാണാൻ പോയതാടി നീ ഇത്രയും നേരം? ഇതൊന്നും ഇവിടെ നടക്കില്ല. അഴിഞ്ഞുലഞ്ഞ തലമുടിയും വാരിക്കെട്ടി സുധർമ്മ അടുക്കളയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എന്ത് നടക്കില്ലെന്നാ അമ്മായി? അടുക്കളപ്പുറത്തുനിന്ന് വാവ അകത്തേക്ക് കയറി വരുന്ന കൂടെ ചോദിച്ചു. പാതിരാത്രിയുള്ള ഈ വരവും പോക്കും ഇവിടെ നടക്കില്ലെന്നാ പറഞ്ഞത്. ഇന്നൊരു ദിവസമല്ലേ ചേച്ചി താമസിച്ചുള്ളൂ. ബാംഗ്ലൂർ പഠിക്കുന്ന അമ്മായിയുടെ മോള് വരുമ്പോഴെല്ലാം പാതിരാത്രിക്കാണല്ലോ കയറി വരാറ്. അതിനെക്കുറിച്ച് അമ്മായിക്കൊന്നും പറയാനില്ലേ? നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. എൻ്റെ കുഞ്ഞ് അത്രയും ദൂരത്തുനിന്ന് വരുന്നതല്ലേ. എങ്കിൽ അമ്മായി ഞങ്ങളുടെ കാര്യം നോക്കാനും വരണ്ട. വാവേ, മിണ്ടാതെ ഇരിക്കുക, വൈക പറഞ്ഞു. അവള് പറയട്ടടി, തന്തയും തള്ളയും ചത്തൊടുങ്ങിയപ്പോൾ മൂന്നിനെയും ഇവിടെ കയറ്റി താമസിപ്പിച്ചത് എൻ്റെ തെറ്റ്. അത് നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല. ഞങ്ങളുടെ അമ്മയ്ക്കും കൂടെ അവകാശപ്പെട്ടതാ ഈ വീടും പറമ്പും. നിങ്ങളെ തനിയെ തീറ്റിക്കാൻ നോക്കിയിരുന്നോ? വാവേ, നീ ഇങ്ങ് വന്നേ. വിട്ടേ ചേച്ചി, നമ്മൾ ആരെയായി പേടിക്കുന്നത്? അവർ പറയുന്നത് കേട്ടില്ലേ? വിട്ടേക്ക് വാവേ. റൂമിലെത്തി വൈക വാവയുടെ കൈവിട്ടു. അടുക്കളയിൽ നിന്ന വേദുവിനെ സുധർമ്മ തറപ്പിച്ചൊന്ന് നോക്കി. സ്റ്റൂളിലിരുന്ന വൈകയുടെ ബാഗും എടുത്ത് വേദു വേഗം റൂമിലേക്ക് പോയി. വൈക സാരിയും ബ്ലൗസും ഒഴിച്ച് മറ്റൊരു നൈറ്റി എടുത്ത് ധരിച്ചു. ചേച്ചി പോയി കുളിച്ചോ? ജോലിയൊക്കെ കഴിഞ്ഞതാ. വൈകയുടെ ബാഗിൽ തിരഞ്ഞുകൊണ്ട് വേദു പറഞ്ഞു. എന്നും 2 മഞ്ച് കാണും. അഴിച്ചിട്ട സാരിയും ബ്ലൗസും എടുത്ത് വൈക അടുക്കളപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ സുധർമ്മ അവിടെ നിന്ന് ഫോണിൽ പെറുപെറുക്കുന്നുണ്ട്. താനിന്ന് താമസിച്ചു വന്നതിനെക്കുറിച്ചാണ്. വൈകിയെ കണ്ടതേ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ടാക്കി അകത്തേക്ക് കയറിപ്പോയി. ഇതൊന്നും തന്നെ ബാധിക്കുന്നതേ അല്ലെന്ന പോലെ വൈക പുറത്തേക്കിറങ്ങി. ഒരു ബക്കറ്റിലേക്ക് കുറച്ച് സോപ്പ് പൊടി പതപ്പിച്ച് സാരിയും ബ്ലൗസും മുക്കി വെച്ചു. സാരിയിൽ നിന്നും എന്തോ ബക്കറ്റിലേക്ക് വീണപ്പോൾ വൈക അതെടുത്തു നോക്കി. ലെതറിൻ്റെ ഒരു ഹാൻഡ് ബാൻഡ്. പുതിയൊരു സ്റ്റോറിയാണേ, താലി. സ്റ്റോറി ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.